രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കുമുറുകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ മൊഴികൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. യുവനടി ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയാണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുക. ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ന് തന്നെ മൊഴിയടക്കം രേഖപ്പെടുത്തുന്നതിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നേക്കും. സലീം മാലിക് തിരുവനന്തപുരത്ത് ചേരുന്നു. സലീം, കേസെടുത്തു, അന്വേഷണത്തിന് ഇനി വേണ്ടത് പരാതിക്കാരാണ്. ആ പരാതിക്കാരെ കൃത്യമായി കിട്ടാൻ ആരോപണം ഉയർത്തിയവരെ നേരിൽ കണ്ട് മൊഴിയെടുക്കാനൊരുങ്ങുന്നു ക്രൈംബ്രാഞ്ച്. എന്തായാലും കേസിന്റെ കൃത്യമായ തുടർ നടപടിയിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നു. എന്തൊക്കെയാണ് ഇന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നടത്താൻ പോകുന്നത്? ആരോടെങ്കിലും മൊഴി ഈ ഘട്ടം വരെ രേഖപ്പെടുത്തിയോ? സുഹൈൽ, ഒരേ സമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിന്റെ രണ്ട് വ്യത്യസ്ത കേസുകളും വ്യത്യസ്ത ടീമും അതിന്റെ അന്വേഷണവുമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലൊന്ന് ലൈംഗിക ആരോപണമാണ്. ഗുരുതരമായ ഒരു ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിലാണ് ക്രൈംബ്രാഞ്ച് അതൊരു ടീം രൂപീകരിച്ച് രണ്ട് വ്യത്യസ്ത ടീമുകൾ രൂപീകരിച്ച് അന്വേഷണം നടത്താനാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. അതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യഘട്ട നടപടികൾ ആ ടീം ആരംഭിക്കുകയും ചെയ്തു. അല്പസമയത്തിനകം തന്നെ ഈ മറ്റ് ടീമുകളെ കൂടി രൂപീകരിച്ച് അതിലൊരു ഫുൾ ടീം എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകാനുള്ള ആലോചനകളും നടക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ഈ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് ഇന്ന് തന്നെ മൊഴി രേഖപ്പെടുത്താൻ ഏതെങ്കിലും നിലയിൽ ആരുടെയെങ്കിലും മൊഴി രേഖപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച്. നിലവിൽ ഈ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ പ്രതികരണം നടത്തിയ 3 സ്ത്രീകളെയാണ് നിലവിൽ ആദ്യഘട്ടത്തിൽ മൊഴി രേഖപ്പെടുത്താനായി വിളിപ്പിക്കുക. അതല്ലെങ്കിൽ അവർ ഉള്ളിടത്തേക്ക് പോവുക. അതിനുശേഷം പിന്നാലെ തന്നെ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി എഴുതി വാങ്ങാൻ കൂടി ക്രൈംബ്രാഞ്ച് ലക്ഷ്യമിടുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയെ കണ്ടെത്തി ആ പെൺകുട്ടിയിൽ നിന്ന് കൂടി പരാതി എഴുതി വാങ്ങാനുള്ള ഒരു ശ്രമം നിലവിൽ നടക്കുന്നുണ്ട്. ആ ശ്രമവും എത്ര കണ്ട് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൽ നിലവിൽ പരാതിക്കാരില്ല എന്നൊരു വലിയ പ്രതിസന്ധി ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നേരിടേണ്ടി വരും. ആ പ്രതിസന്ധി എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റ് പരാതിക്കാരും സ്വമേധയാ രംഗത്ത് വരാത്തതും ഒപ്പം തന്നെ മൊഴി നൽകാനും ആരും രംഗത്ത് വരാത്തതുമാണ് ആ കേസിൽ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം കുഴയ്ക്കുന്നത്. അതേസമയം രണ്ടാമത്തെ കേസ് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ വോട്ടർ ഐ ഡി നിർമ്മിച്ചു എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് വളരെ നേരത്തെ തന്നെ ആ കേസിന്റെ അന്വേഷണമൊക്കെ ക്രൈംബ്രാഞ്ച് അവസാനിപ്പിച്ചിരുന്നതായിരുന്നു. ഈ പുതിയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇതിൽ ഒരു അന്വേഷണം തേർഡ് പാർട്ടി പരാതികളാണ് പലപ്പോഴും DGPക്ക് അടക്കം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ ഓഡിയോ പ്രചരിക്കുന്നു, ഇത്തരത്തിൽ ആരോപണമുണ്ടെന്നടക്കമുള്ള ഒരു മൂന്നാമത്തെ ഒരു പാർട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധിയിലാകുന്ന കാര്യം ഈ ഒരു ദുരവസ്ഥ നേരിട്ട, അല്ലെങ്കിൽ രാഹുൽ ഉപദ്രവിച്ചുവെന്നോ അല്ലെങ്കിൽ രാഹുൽ ഇത്തരത്തിൽ സന്ദേശം അയച്ചുവെന്നും രാഹുലിനെതിരെ കൃത്യമായി പരാതി പറയേണ്ട പരാതിക്കാർ ഇത് പരാതി എഴുതി കൊടുക്കുമോ എന്നുള്ളതാണ്. നമുക്ക് മുമ്പിൽ നേരത്തെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വന്ന പരാതികൾ പിന്നീട് അന്വേഷണം അവസാനിപ്പിക്കേണ്ടി വന്ന ദുരവസ്ഥയടക്കം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് വളരെ കൃത്യമായി ഇവരൊക്കെ കൃത്യമായി പരാതികൾ കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സുഹൈൽ, നിലവിൽ ഏതെങ്കിലും പരാതിക്കാർ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴും ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അങ്ങനെ ഒരു പരാതിക്കാരും എത്തിയില്ല എങ്കിൽ ഈ സ്വന്തം നിലയിൽ മൊഴി രേഖപ്പെടുത്താനെങ്കിലും തയ്യാറാകുമോ എന്ന് നോക്കുന്നുണ്ട്. നിലവിൽ ഈ അഭിപ്രായം തുറന്നു പറഞ്ഞ മൂന്ന് പെൺകുട്ടികളും മൊഴി നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോഴും ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ മൊത്തത്തിലൊരു സൂക്ഷ്മത അവർ പുലർത്തുന്നുണ്ട്. ഒപ്പം തന്നെ അതിലൊരു രഹസ്യാത്മകതയും സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നില്ല. മറ്റൊന്നാവട്ടെ, ഈ ക്രൈംബ്രാഞ്ചിന്റെ മറ്റൊരു അന്വേഷണം ഈ വ്യാജ വോട്ടർ ഐ ഡിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ്. അതിലും അടൂരിൽ നിന്ന് നിലവിൽ അതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരിശോധന നടത്തിയിരുന്നു. അപ്പോഴും അതിലും നേരിടുന്ന ഒരു പ്രതിസന്ധി, നേരിട്ട് രാഹുലിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന തെളിവുകൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ ഒരു ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഫോൺ കോളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അതിൽ പിടിവള്ളിയാക്കുകയും ചെയ്യുന്നത്. സുഹൈൽ, എന്തായാലും രാഹുലിന് പല രീതിയിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രഹരം വരും. ആദ്യം ഈ ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് വളരെ കൃത്യമായ സൂക്ഷ്മമായ നിരീക്ഷണത്തിലേക്ക് അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ആരോപണം ഉന്നയിച്ചവരുടെ നേരിൽ കണ്ട് മൊഴിയെടുത്ത് അവരിൽ നിന്ന് പരാതി എഴുതി വാങ്ങാനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച്.